ഇന്ത്യയുടെ എല്ലാ ഭാഷകളെയും മലയാളത്തിന് പരിചയപ്പെടുത്തുക എന്നൊരു വലിയ ദൗത്യം തന്നെയാണ് MT ചെയ്തത്. അത് ബംഗാളിയിൽ നിന്ന് ആശാപൂർണ ദേവി, തമിഴിൽ നിന്ന് ചോ രാമസ്വാമി, കന്നഡയിൽ നിന്ന് ചന്ദ്രശേഖര കമ്പാർ, കുലോത്ത ചിങ്കാരമ്മയൊക്കെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചതിനെ പറ്റി കമ്പാർ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഒഡീഷയിൽ നിന്ന് പ്രതിഭ റായ്, അസമിയിൽ നിന്ന് ഇന്ദിരാ ഗോസ്വാമി, എണ്ണമറ്റ എഴുത്തുകാർ, ബംഗാളിൽ നിന്ന് സുനിൽ ഗംഗോപാധ്യായ, എണ്ണമറ്റ എഴുത്തുകാർ. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഈ പരിചയപ്പെടുത്തുമ്പോൾ സമഗ്രാധിപത്യത്തിൻ്റെ പ്രതിരോധം എന്നത് MTയുടെ എക്കാലത്തെയും വിഷയമായിരുന്നു. നേരത്തെ പ്രമേഷ് പറഞ്ഞ പോലെ ആ പ്രസംഗം നടത്തുമ്പോൾ അന്ന് അവിടെ ശൈല ടീച്ചറിനായിരുന്നു. മാതൃഭൂമിയുടെ രാജ്യാന്തര അക്ഷരോത്സവത്തിലായിരുന്നു അന്ന് MT പറഞ്ഞത്, തിരുവനന്തപുരത്ത് കനകക്കുന്നിൽ വെച്ച്. ആ പ്രസംഗം ടീച്ചർ കേട്ടോ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രസംഗങ്ങളും അഭിപ്രായങ്ങളുമാണ് സമൂഹത്തെ ചിട്ടപ്പെടുത്തുന്നത്. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കൾ പറഞ്ഞതുപോലെ മനുഷ്യനാണ് പ്രമുഖം എന്നുള്ളതാണ്. മനുഷ്യൻ്റെ സ്നേഹവും കൂട്ടായ്മയുമാണ് സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. വളരെ അപരിഷ്കൃതമായിട്ടുള്ള അവസ്ഥ മനുഷ്യ സമൂഹത്തിലുണ്ടായിരുന്നു. ആധിപത്യത്തിൻ്റെതായിട്ടുള്ള നൂറ്റാണ്ടുകൾ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായി സമൂഹത്തെ പരിഷ്കരിച്ചുകൊണ്ട് മുന്നേറണം എന്നുള്ളതാണ് നമ്മളിന്ന് കാണുന്നത്. MTയെ പോലുള്ള എത്രയോ സാഹിത്യകാരന്മാർ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള വലിയ മാറ്റങ്ങൾക്ക് നിദാനമായ പുസ്തകങ്ങൾ മാക്സിം ഗോർക്കിയെ പോലുള്ളവർ എഴുതിയിട്ടുണ്ട്. കൊച്ചു പുസ്തകങ്ങളിൽ നിന്ന് വലിയ വിപ്ലവങ്ങൾ പിറന്നിട്ടുണ്ട്. MT പ്രകടമായൊരു വിപ്ലവകാരിയാണ് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. പക്ഷേ MT എഴുതിയതെല്ലാം അത്തരം വിപ്ലവത്തിൻ്റെ ഭാഗമായിരുന്നു. ടീച്ചർ ചെറുപ്പകാലത്തിൽ കണ്ട കേരളം അത് MT എഴുതിയ കേരളം തന്നെയായിരുന്നു. അയിത്തം നിലനിൽക്കുന്ന ഒരു നാട്, ഒരുപാട് അസമത്വങ്ങൾ നിലനിൽക്കുന്ന നാട്, ചോദ്യം ചെയ്യാൻ അപ്പോഴും നാവ് ഉയരാത്തൊരു നാട്, അതൊക്കെ കണ്ട ആളുകളാണ്. തീർച്ചയായിട്ടും ഞാനതാണ് പറയുന്നത്. ഇപ്പം എൻ്റെയൊക്കെ ഞാൻ ജനിക്കുന്ന സമയത്ത് MT എഴുത്ത് തുടങ്ങിയിരുന്നു. MTയുടെ ചെറുകഥകളൊക്കെ വന്നിരുന്നു എന്നുള്ളതാണ്. എൻ്റെ പ്രായത്തിലുള്ളവരുടെ യൗവനകാലത്തിലേക്ക് എത്തുമ്പോൾ ഞങ്ങളുടെ എല്ലാ മോഹങ്ങളും സ്വപ്നങ്ങളും പ്രതിഫലിക്കുന്ന ഒന്നായിരുന്നു MTയുടേത് എഴുത്ത്. അതിലിപ്പോൾ എല്ലാം വന്നു എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ MT ജീവിക്കുന്ന ചുറ്റുപാടുകളെയാണ് അദ്ദേഹം എഴുത്തിനുള്ള ആയുധമാക്കി മാറ്റിയത്. പ്രത്യേകിച്ച് അന്നത്തെ പഴയ കൂട്ടുകുടുംബം, അതിൻ്റെ വിഹ്വലതകൾ, അതിൻ്റെ സാധ്യതകൾ, അതിൻ്റെ ദോഷവശങ്ങൾ, അതൊക്കെ പ്രതിഫലിപ്പിക്കാൻ നാലുകെട്ടിലും കാലത്തിലുമൊക്കെ MTക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടുകുടുംബത്തിൻ്റെതായിട്ടുള്ള ഗുണമുണ്ട്. MTയുടെ ഓപ്പോളിലൂടെയാണ് നമുക്ക് ഒരു സഹോദര സ്നേഹത്തിൻ്റെ അതിൻ്റെ സ്ഥായിയായിട്ടുള്ളൊരു ഭാവവും അതിൻ്റെ ഒരു സാധ്യതയും മനസ്സിലാവുന്നത്. ഓപ്പു എന്ന് വിളിക്കുന്ന സഹോദരിമാരെ കുറിച്ച് നമുക്ക് വരുന്നത്, എല്ലാം സഹിച്ച് തൻ്റെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നവർ, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ കുട്ടിക്കാലത്തെ ദാരിദ്ര്യം, കണ്ണീരുപ്പ് കലർന്ന ചോറുരുള ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം മുകളിലേക്ക് കയറിപ്പോയി എന്ന് പറയുന്ന ചില അനുഭവങ്ങളുണ്ട്. അച്ഛൻ്റെ വഴക്ക്, നിനക്ക് വേണ്ടി ചിലവഴിച്ചതെല്ലാം നഷ്ടമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ MTയുടെ ലോകം മറ്റൊന്നായിരുന്നു കുഞ്ഞുനാളിലെ. നാട്ടിലെ ലോകമാണ്. ടീച്ചർ അന്ന് ആ പ്രസംഗത്തിന് ശേഷം MT പിന്നീട് പങ്കെടുത്തത് മാതൃഭൂമി തന്നെ കോഴിക്കോട് വെച്ച് നടത്തിയ MTയുടെ നവതി ആഘോഷത്തിലാണ്. അന്നും മണിരത്നവും മനു എസ് പിള്ളയും ഒക്കെ പങ്കെടുത്ത, ഇപ്പോൾ ഇവിടെ വന്ന ഈ സംവിധായകരൊക്കെ പങ്കെടുത്ത 3 ദിവസത്തെ പരിപാടിയിൽ MT ഇതേ നിലപാടുകൾ, അധികാരവും കേവലമായ ഒരു മനുഷ്യനും തമ്മിലുള്ള സംഘർഷം, അത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു വെച്ചു.